സത്യത്തിൽ അർജുനൻ തളർന്നു വീണ് ഭഗവാനിൽ അഭയം പ്രാപിക്കുന്ന ആ നിമിഷം മുതലാണ് ഭഗവത്ഗീത സംഭവിക്കുന്നത്. യോദ്ധാവിന് ചേരാത്ത ഒരു ഭയം നിനക്ക് എവിടെ നിന്നാണ് വന്നത് എന്ന് അർജുനോട് കൃഷ്ണൻ ചോദിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കൃഷ്ണൻ നമ്മളോടും ചോദിക്കണം. അത് ഈ ഭഗവത്ഗീത പൂർണ്ണമായും പഠിക്കുക. സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നത്തെ പിന്നെ എന്ത് ചെയ്യും? അത് ഈശ്വര നിശ്ചയമായിട്ട് നമ്മൾ കരുതുക. ചില പ്രശ്നങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം. അർജുനൻ്റെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വധർമ്മം എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അത് പൂർത്തീകരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നടത്തുക. നമ്മൾ ഒന്ന് മാറി നിന്ന് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. സാർ, നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഈ പ്രശ്നങ്ങൾ 2 തരത്തിലുള്ള പ്രശ്നം ഉണ്ടെന്ന് പറയാം അല്ലേ? അതായത് സൊല്യൂഷൻ ഉള്ള പ്രശ്നമുണ്ട്, സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ പൊതുവേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നങ്ങളെ ഇനിയിപ്പോൾ ഈശ്വരൻ നോക്കട്ടെ, എല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളത് ആ ഒരു രീതിയിൽ നമ്മൾ പോകുന്നു. സൊല്യൂഷൻ ഉള്ളതിന് നമുക്ക് പരിഹാരം കണ്ടുപിടിക്കുന്നു. ശരിക്കും നമ്മുടെ യുദ്ധഭൂമിയിലെ അർജുനനെ നോക്കിയാൽ ഈ ഒരു തലത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. അതായത് അർജുനൻ ഒരു സൊല്യൂഷൻ ഇല്ലയെന്ന് കണ്ടപ്പോൾ നേരെ അത് ഭഗവാനിലേക്ക് വിട്ട്, അതായത് തന്നെത്താനെ അത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കാതെ ഭഗവാനെ വിട്ടുകൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെയൊക്കെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തൊന്ന് ഈ അർജുനന് അപ്പോൾ ഭഗവാൻ എന്ത് മറുപടിയാണ് കൊടുത്തതെന്നുള്ളതും അതിലൂടെ നമുക്ക് എന്താണ് ഭഗവാൻ പറഞ്ഞു തരുന്നതെന്നുള്ളതൊന്ന്. നല്ല ചോദ്യമാണ്. ഇപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോയ്ക്ക് അതിൻ്റെ താഴെ ഒരാൾ കമൻ്റ് ഇട്ടത് ഈ ഭഗവത്ഗീത പ്രകാരമൊക്കെ ജീവിക്കാൻ പറ്റുമോ? ശരിയാ, ഞാനും കണ്ടിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ ചോദ്യം. അതും ഒരു നല്ല ചോദ്യമാണ്. ഇത് നമ്മുടെ റിയൽ ലൈഫിലേക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഗ്രന്ഥമാണെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താ കാര്യം? അതെ. അപ്പോൾ പിന്നെ അത് എന്തിനാണത് എഴുതി ഉണ്ടാക്കിയത്? യുദ്ധഭൂമിയിൽ അവനവൻ്റെ കർത്തവ്യം, അതായത് അവനവന് വേണ്ടി അവനവന് നിയോഗിക്കപ്പെട്ട കർത്തവ്യം അല്ലേ? അതായത് കർമ്മം. അതെ, സ്വധർമ്മം. ആ സ്വധർമ്മം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ആ സ്വധർമ്മം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനിടയ്ക്ക് പതറിയപ്പോൾ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഈ ഭഗവാൻ ഇത്തരം കാര്യങ്ങൾ അർജുനന് പറഞ്ഞു കൊടുത്തത്. സത്യത്തിൽ അർജുനൻ തളർന്നു വീണ് ഭഗവാനിൽ അഭയം പ്രാപിക്കുന്ന ആ നിമിഷം മുതലാണ് ഭഗവത്ഗീത സംഭവിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ കർമ്മമണ്ഡലത്തിൽ ഭഗവത്ഗീത എപ്രകാരമാണോ അർജുനന് ഉപകാരപ്പെട്ടത് അപ്രകാരം അവനവൻ്റെ കാര്യത്തിൽ അത് ഉപയോഗിക്കാം. അതെ, നമ്മളെല്ലാം ഓരോ അർജുനന്മാരാണ്. അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അവനവൻ്റെ സ്വധർമ്മം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്തിനാണ് കൊള്ളുക എന്നുള്ളത് അവനവനെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ പാട്ട് പാടാൻ പറ്റാത്ത ഒരാൾ പാട്ട് പാടാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ എപ്രകാരമാണോ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അപ്രകാരമാണ് അവനവന് പറ്റാത്ത ഒരു ജോലി, അവനവന് പറ്റാത്ത ഒരു കോഴ്സ് അവനവൻ പഠിക്കാൻ ശ്രമിക്കുക, അവനവന് പറ്റാത്തൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ അവനവൻ തളരും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? അവനവന് പറ്റിയത് എന്താണ് എന്ന് കണ്ടുപിടിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. യേശുദാസിനെ കൊണ്ട് മോഹൻലാലിനെ പോലെ ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്വധർമ്മമുണ്ട്. ആ സ്വധർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യണം? യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മതർപ്പണം. ഇതെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. യത് കരോഷി, എന്ത് ചെയ്യുകയാണെങ്കിലും, യത് കരോഷി യത് അശ്നാസി, ഭക്ഷണം കഴിക്കുന്നത്, യത് ജുഹോഷി, ഹോമിക്കുന്നത്, ആർക്കെങ്കിലും ദാനം കൊടുക്കുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യണം? എനിക്കുള്ള അർപ്പണമായിട്ട്. സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് നമ്മൾ പറയാറില്ലേ? അതിൻ്റെ കുറച്ച് ചെറിയ രീതിയിലുള്ളൊരു എക്സ്പാൻഷനാണ് ആ ശ്ലോകം. അതാണ് നമ്മുടെ കലാഭവൻ മണിയുടെ പാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കലാഭവൻ മണിയുടെ ആ ആരാരുമാകാത്ത കാലത്ത് ഓട്ടി നടന്നൊരു വണ്ടി, എൻ്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോമാറ്റിക്. അവിടെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഭഗവത്ഗീതയിലെ
ഈ ശ്ലോകം അവിടെ ചെറുതായിട്ട് കലർന്നിരിപ്പുണ്ട് ആ പാട്ടിൽ. അതായത് അവനവൻ ചെയ്യുന്ന ആ കർമ്മം, ഓട്ടോ ഓടിക്കുക എന്നുള്ള കർമ്മം അദ്ദേഹം ഈശ്വരാർപ്പണമായിട്ടാണ് ചെയ്തത്. അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ആണ്. ഒരുപക്ഷെ ഭഗവത്ഗീത പഠിച്ചിട്ടായിരിക്കില്ല അതൊക്കെ ചെയ്തിട്ടുണ്ടാവുക, പക്ഷേ അദ്ദേഹം അറിയാതെ അത് വന്നിട്ടുണ്ട് അതിൽ. അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി എന്നതിൽ പറയാൻ കാര്യം. കാരണം അത്രയ്ക്കും ആത്മാർത്ഥമായി അർപ്പണബോധത്തോടെയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ സ്കാവഞ്ചേഴ്സ്, ഇവിടെ ഈ റോഡ് സൈഡിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ, അവരാദ്യം അവരുടെ ആ തൂമ്പ അതിനെ ഒന്ന് തൊട്ട് വന്ദിക്കും അല്ലേ? ഒരു ഡ്രൈവർ അയാളുടെ വണ്ടി എടുക്കുമ്പോൾ ഒന്ന് തൊട്ട് വന്ദിക്കും. അതിനെ തൊട്ട് വന്ദിച്ചിട്ട് എന്താ കാര്യം? അത് ദൈവമാണോ? പക്ഷെ അവിടെ വലിയൊരു ആശയമാണ് അവിടെയുള്ളത്. അത് ഈശ്വരനാണ്, ഈശ്വരാർപ്പണമായിട്ടാണ് ഞാൻ ചെയ്യേണ്ടത്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഈശ്വരാർപ്പണമായി ചെയ്യുക. എനിവേ നമ്മളത് ചെയ്യാൻ പോവുകയാണ്. അത് ചെയ്യുമ്പോൾ പൂർണ്ണമായും നമ്മളെ തന്നെ അതിൽ നിക്ഷേപിക്കണം. അങ്ങനെ നിക്ഷേപിക്കാതെ നമ്മൾ അവിടെ തളരുകയാണെങ്കിൽ, നമ്മൾ തിരിഞ്ഞോടുകയാണെങ്കിൽ, അപ്പോഴാണ് കൃഷ്ണൻ അർജുനോട് പറയുന്നത് കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന എന്ന് ചോദിക്കുന്നത്. അർജുനോട് പറയുന്നത് ഒരു ആര്യന് ചേരാത്ത ഒരു കാര്യമാണ്. നീ ഒരു യോദ്ധാവാണ്, യോദ്ധാവിന് ചേരാത്ത ഒരു ഭയം നിനക്ക് എവിടെ നിന്നാണ് വന്നത് എന്ന് അർജുനോട് കൃഷ്ണൻ ചോദിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കൃഷ്ണൻ നമ്മളോടും ചോദിക്കണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പതറിച്ച വരുമ്പോൾ, നമ്മൾ അത് ചെയ്യാനുള്ളൊരു മടി കാണിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കൃഷ്ണനെ നമ്മൾ ഉണർത്തണം. അവിടെയാണ് ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് എന്നുള്ള ആ ശ്ലോകത്തിനൊക്കെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഭഗവത്ഗീത അപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നമുക്ക് ഉപകാരപ്പെടുക. അത് ഈ ഭഗവത്ഗീത പൂർണ്ണമായും പഠിക്കുക. ഭഗവത്ഗീത മുഴുവൻ വായിക്കാൻ പറ്റില്ലെങ്കിൽ അതിലെ 2-ാം അധ്യായം വായിച്ചാൽ മതി. 2-ാം അധ്യായം ഭഗവത്ഗീതയുടെ ഒരു അബ്രിഡ്ജ്ഡ് ഫോമാണ് എന്ന് നമുക്ക് പറയാം. അത് വായിച്ചാൽ മതി. അത് വായിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളതൊക്കെ വായിക്കാനുള്ള സ്വാഭാവികമായിട്ടൊരു താല്പര്യം വരും. ഭഗവത്ഗീത അങ്ങനെയാണ് നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു പ്രശ്ന പരിഹാരത്തിലോട്ട് വരുന്ന സമയത്ത് ഇതെങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? ശരി, അവിടെ അർജുനൊരു പ്രശ്നത്തിൽപ്പെട്ടു. അർജുനൻ്റെ പ്രശ്നം എന്താണ്? യുദ്ധം ചെയ്യണോ വേണ്ടയോ അല്ലേ? അപ്പോൾ നമ്മുടെ ശരിക്കും അർജുൻ അവിടെ സൊല്യൂഷൻ ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. സൊല്യൂഷൻ അർജുനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് തളർച്ചയുണ്ട്. കാരണം ആരുമായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത്? തൻ്റെ സ്വന്തക്കാരുമായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. അവിടെ എത്തിയപ്പം അദ്ദേഹത്തിന് തളർച്ച വന്നു. അവിടെയാണ് കൃഷ്ണൻ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. 2 രീതിയിലാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നവും ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നവും. സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നത്തെ നമ്മൾ പൂർണ്ണമായും ഈശ്വരാർപ്പണത്തോടുകൂടി അതിനെ സമീപിക്കുക. സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നത്തെ പിന്നെ എന്ത് ചെയ്യും? അത് ഈശ്വര നിശ്ചയമായിട്ട് നമ്മൾ കരുതുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു ആണായിട്ടാണ് ജനിച്ചത്. അപ്പം അതും കേരളത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക അച്ഛൻ്റെ അമ്മയുടെയും മകനായിട്ടാണ് ജനിക്കുന്നത്. ഞാനിങ്ങനെ ദുഃഖിക്കുകയാണ്. ഞാൻ അംബാനിയുടെ മകനായിട്ട് ജനിച്ചില്ലല്ലോ, ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എന്തായേനെ. ഇത് സൊല്യൂഷൻ ഇല്ലാത്ത കാര്യമാണ്. ഞാനൊരാണായിട്ടാണ് ജനിച്ചത്, ഞാൻ ഐശ്വര്യ റായ് ആയിരുന്നെങ്കിൽ എന്തായേനെ, ഞാനിപ്പോൾ മിസ് വേൾഡായി വിലസുമായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഓരോ പ്രശ്നത്തെയും നമ്മൾ അതിനെ അനലൈസ് ചെയ്യാം. എല്ലാ പ്രശ്നത്തെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ട കാര്യമില്ല. ഹനുമാൻ ലങ്കയിലേക്ക് ചാടി. ഈ പോകുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു, ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. രാക്ഷസന്മാർ, രാക്ഷസികൾ ഒക്കെ അദ്ദേഹത്തെ തടയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്തോ? ഇല്ല, എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്തില്ല. ഒരു രാക്ഷസി വന്നു അദ്ദേഹത്തെ വിഴുങ്ങാൻ വേണ്ടി പോയി.
വിഴുങ്ങാൻ പോയപ്പോൾ ആ ഭയങ്കര ഭീമാകാരിയായിട്ടുള്ള രാക്ഷസി, ആ രാക്ഷസിയുടെ വായുടെ ഉള്ളിലൂടെ അദ്ദേഹം വളരെ ചെറുതായി ആ വായുടെ ഉള്ളിലൂടെ ഇങ്ങ് പുറത്തേക്ക് പോന്നു. അല്ലാതെ ആ രാക്ഷസിയെ കൊല്ലാനോ അവിടെ യുദ്ധം ചെയ്യാനോ ഒന്നും പോയില്ല. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ വിവേകം ഉപയോഗിക്കണം. ചില പ്രശ്നങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം, ചില പ്രശ്നങ്ങളെ നമ്മൾ നേരിടണം, ചില പ്രശ്നങ്ങളെ നമ്മൾ വഴി മാറിപ്പോകണം. പല പല രീതിയിൽ ഇതൊക്കെ നമ്മൾ നമ്മുടെ വിവേകബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാറ്റിനോടും പ്രതികരിക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് നമ്മൾ കൈക്കൊള്ളേണ്ട ഒരു നിലപാട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചില ആളുകൾ ഇപ്പറേ വന്നിട്ട് നമ്മളെ വഴക്ക് പറയുന്നുണ്ടാവും, ചില ആളുകൾ ചീത്ത വിളിക്കുന്നുണ്ടാവും. ഇവരെയൊക്കെ എല്ലാവരെയും നമ്മൾ ചീത്ത വിളിക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? ചിലരെ നമ്മൾ ഇഗ്നോർ ചെയ്യണം. ചില ആളുകൾ റോഡ് നിയമങ്ങൾ തെറ്റിച്ചു പോകുന്നുണ്ടാവും, അവനെ നമ്മൾ തടഞ്ഞു നിർത്തി ഇങ്ങനെയാണോ പോവുക എന്നൊക്കെ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. നമ്മൾ നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ നമ്മൾ യുക്തിപൂർവം നമ്മൾ പെരുമാറുക. നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ ആ യാത്ര പൂർണ്ണമാക്കാൻ പറ്റാത്ത രീതിയിലോ ഉള്ള തടസ്സങ്ങൾ വന്നാൽ അതിന് തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കണം. അർജുനൻ്റെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ജയിക്കുക എന്നുള്ളതാണ്. ആ ജയത്തിനെതിരായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന നെഗറ്റീവ് വികാരങ്ങളെ അദ്ദേഹം മറികടക്കണം. ആ മറികടക്കാനുള്ള ഉപായങ്ങളാണ് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത്. അല്ലാതെ കൃഷ്ണൻ ഒരിക്കലും അർജുനോട് പറഞ്ഞില്ല, ഇതൊക്കെ നിൻ്റെ വിധിയാണ്, ഇനിയെല്ലാം ആ അമ്പും വില്ലും ഒക്കെ പെട്ടിയിലാക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പൊക്കോ, ഇത് നിനക്ക് പറ്റിയ പണിയല്ല എന്നല്ല പറഞ്ഞത്. കാരണം എന്താണ്? അർജുനൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് യുദ്ധം ചെയ്യാനാണ്. അദ്ദേഹത്തിൻ്റെ സ്വധർമ്മം അതാണ്. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. സ്വധർമ്മം ചെയ്യുന്നതാണ് എപ്പോഴും ശ്രേയസ്കരം. ആ ശ്രേയസ് അർജുനന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഇപ്രകാരം അർജുനനെ ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വധർമ്മം എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അത് പൂർത്തീകരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നടത്തുക. സ്വധർമ്മം എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. എവിടെയാണ് നമ്മൾ സൂട്ടബിൾ ആവുന്നത്, നമ്മൾക്ക് ആനന്ദം തരുന്നത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തിയിട്ട് അവനവനെ തന്നെ അനലൈസ് ചെയ്യുക. നമ്മൾ ഒന്ന് മാറി നിന്ന് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. എൻ്റെ സ്വഭാവം എന്താണ്, എൻ്റെ ടേസ്റ്റുകൾ എന്താണ്, എനിക്ക് വല്ല ടാലൻറ്റും ഉണ്ടോ, ഇനി ഉള്ള ടാലൻറ്റ് കൊണ്ട് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ അവനവനെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് അവനവന് തന്നെ ചെയ്യാൻ പറ്റുമോ, മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല.